CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ, PK ശ്രീമതി, EP ജയരാജൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലിന് തൊട്ടു പിന്നാലെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. കാരണം പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിലേറ്റ തിരിച്ചടി തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും പാർട്ടിയെ ഉലച്ചിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. വിമർശനങ്ങൾ സ്വാഭാവികമായും ഉയരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കഴിഞ്ഞ ദിവസം വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുന്നത്. ഇന്ന് ഏതാണ്ട് ഉച്ച കഴിയുന്നതുവരെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം വരുന്ന 2 ദിവസങ്ങളിലായി ജില്ലാ കമ്മിറ്റിയും ഉണ്ടാകും എന്നാണ് നേതാക്കന്മാർ അറിയിച്ചിട്ടുള്ളത്. വളരെ വിശദമായ ചർച്ച ഉണ്ടാകും എന്ന് നമുക്കതിൽ പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം വലിയ ഒരു പരാജയം കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തളിപ്പറമ്പ്, പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിലെ പരാജയം, അവിടെ ഏതെങ്കിലും രീതിയിൽ സംഘടനാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുണ്ടായ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച, KK ശൈലജ നേരിട്ട അതിഗുരുതരമായ തോൽവി, അഴീക്കോട് മണ്ഡലത്തിൽ നാമമാത്രമായ വോട്ടിനുള്ള വിജയം, ഇങ്ങനെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്താൽ അങ്ങേയറ്റം പരാജയപ്പെട്ട ഒരു സംഘടനാ സംവിധാനത്തെയാണ് കണ്ണൂരിൽ കൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ ചർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KK ശൈലജ ഉൾപ്പെടെ, P ജയരാജൻ ഉൾപ്പെടെ, EP ജയരാജൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി എന്ന് യോഗത്തിൽ കയറുന്നതിന് മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാകും ഉണ്ടാവുക. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ സമയക്ലിപ്തതയില്ലാതെ തന്നെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് ഒരു തിരുത്തൽ എത്രമാത്രം ആഴത്തിൽ ഉണ്ടാകും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നതാണ് ചോദ്യം. എത്രമാത്രം വലിയ ചർച്ചകൾ ഉണ്ടാകും, ഈ ചർച്ച എത്രമാത്രം സ്വീകാര്യമായി സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വമോ എടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ.